പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ റൗണ്ട് ഓഫ് 32-ൽ 4-ാം ദിവസത്തെ കളിയെല്ലാം കഴിഞ്ഞു. കളിയുടെ ഫലം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക ബോസ്നിയനെ 2-0 തോൽപ്പിച്ചു. നല്ല ഈക്വലായിട്ടുള്ളൊരു കളിയായിട്ട് തോന്നുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. കളിയുടെ റിസൾട്ട് ഫെയറായിട്ട് 2-0 രണ്ടാമത്തെ കളി എന്ന് പറഞ്ഞാൽ രാവിലെ നടന്ന ഇന്നലെ രാത്രി നടന്ന ഇംഗ്ലണ്ട് DR കോങ്കോ കളിയാണ്. 2-1 ഇംഗ്ലണ്ട് ജയിച്ചെങ്കിലും ശരിക്കും പറഞ്ഞാൽ DR കോങ്കോ ഇംഗ്ലണ്ടിനെ എയറിൽ നിർത്തി, ഇതേ പറയാനുള്ളൂ. അവസാനത്തെ കളി ബെൽജിയം സെനഗൽ. അവസാനത്തെ അല്ല, നട്ടപ്പാതിരക്ക് നടന്ന കളിയാണ്. 2:30 കൊണ്ട് നടന്ന കളിയാണ്. അതിൻ്റെ ഫലം കളിച്ചല്ല തീരുമാനിച്ചത്, റെഫറിയാണ് തീരുമാനിച്ചത്. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വൃത്തികെട്ട കളി അതായത് റെഫറിയുടെ ഇടപെടൽ കൊണ്ട് റിസൾട്ട് വരെ ഒരു രാജ്യത്തിന് അനുകൂലമായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് ബെൽജിയം സെനഗൽ. എനിക്ക് ബെൽജിയത്തിനോടോ സെനഗലിനോടോ പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. ഇനി ഓരോ കളീനെ കുറിച്ച് ഞാൻ പറയാം. ആദ്യം വലിയ പ്രശ്നമില്ലാത്ത ഇംഗ്ലണ്ട് DR കോങ്കോ കളി തുടങ്ങി. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ആധിപത്യം പുലർത്തിയത് DR കോങ്കോയാണ്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ. 7-ാമത്തെ മിനിറ്റിൽ തന്നെ ബ്രിയാൻ ചിപ്പങ്ക എന്ന് പറഞ്ഞ ആൾ DR കോങ്കോക്ക് വേണ്ടിയിട്ട് ഗോളടിച്ചു. 1-0. ഇംഗ്ലണ്ട് 75-ാമത്തെ മിനിറ്റ് വരെ ശരിക്കും പറഞ്ഞാൽ വേർക്കണമായിരുന്നു. അവർ തോറ്റ് നാണം കെട്ട് DR കോങ്കോൻ്റെ, അതും DR കോങ്കോ പോലെയുള്ള വളരെ മോശം അവസ്ഥയിലുള്ള DR കോങ്കോയിൽ UN പീസ് കീപ്പിങ്ങിൻ്റെ ഭാഗത്തുമായിട്ട് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നതാണ്. എനിക്ക് DR കോങ്കോൻ്റെ സ്ഥിതി അറിയാം. അത്രയും മോശമായിട്ടുള്ള ഒരു കൺട്രിയാണ്. ബെൽജിയത്തിൻ്റെ അണ്ടറിലായിരുന്നു. നമ്മൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലെ പോലെ ബെൽജിയത്തിന് ബ്രിട്ടീഷുകാർ ഇവിടെ ചെയ്തതിൻ്റെയൊക്കെ ഇരട്ടി ബെൽജിയംകാർ ഈ കോങ്കോളിസിനെ എഗേൻസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ജനാധിപത്യം വന്നു. ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ്റിനെ ബെൽജിയംകാർ 4-5 മാസത്തിനുള്ളിൽ കൊന്നു മാത്രമല്ല, ചുട്ട് കത്തിച്ച് ചാമ്പലാക്കി പൊടി പോലും കിട്ടാണ്ടാക്കി എന്നുള്ളതാണ്. അതേപോലെ ഒരു കൺട്രിയിൽ നിന്ന് ഫുട്ബോള് കണ്ടുപിടിച്ച, ഫുട്ബോൾ ലോകത്തെ പഠിപ്പിച്ച ഇംഗ്ലണ്ട് റൗണ്ട് ഓഫ് 32-ൽ അല്ലെങ്കിൽ നോക്കൗട്ട് സ്റ്റേജിൽ ആദ്യഘട്ടത്തിൽ തോറ്റ് പുറത്താകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൂടുതൽ നാണക്കേട് ഇപ്പോൾ ഇംഗ്ലണ്ടിന് വേറെ വരാനൊന്നുമില്ല. അപ്പോൾ DR കോങ്കോ 7-ാം മിനിറ്റിൽ ഗോളടിച്ചിട്ട് 76-ാം മിനിറ്റിൽ വരെ 75-ാം മിനിറ്റ് വരെ ഇംഗ്ലണ്ടിനെ വരച്ച വരയിൽ നിർത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഹാറ്റ്സ് ഓഫ് ടു ദം. എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. ജയിച്ചത് ഇംഗ്ലണ്ടാണെങ്കിൽ 75-ാം മിനിറ്റിൽ ഹാരി കെയ്ൻ ഒരു ഗോളടിച്ചു. ഹാരി കെയ്ൻ തന്നെ 86-ാമത്തെ മിനിറ്റിൽ ഒരു ഗോളടിച്ചു. ഏകദേശം നെക്ക് ആൻഡ് നെക്കായിരുന്നു ബോൾ പൊസിഷനൊക്കെ. പെർസെൻറ്റേജൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2-3% DR കോങ്കോക്ക് കുറവായിരിക്കും. പക്ഷേ ഈ 76-ാം മിനിറ്റിന് 75-ാം മിനിറ്റ് ഗോൾ വന്നതിന് ശേഷം, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഒരു 70 മിനിറ്റിന് ശേഷമാണ് ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ പന്ത് നന്നായിട്ട് കിട്ടാൻ തുടങ്ങിയതും അവർ ആക്രമിക്കാൻ തുടങ്ങിയതെന്ന് നമ്മൾ കളി കണ്ടവർക്ക് നേരിട്ടറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഷോട്ട് ഓൺ ടാർഗറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടാണ് ഏറ്റവും കൂടുതൽ ഷോട്ട് അടിച്ചേക്കുന്നത്. ടാർഗറ്റിൽ പോയേക്കുന്നത് അവരുടെ തന്നെയാണ്. മറ്റവർ ഷോട്ട് ഓൺ ടാർഗറ്റ് അവരുടെ പകുതിയുള്ളൂ. 2 ടാർഗറ്റിൽ ചെന്നിട്ടുള്ള, അതിൽ 1 ഗോളുമായി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ കളിയിലെ താരം
2 ഗോൾ അടിച്ച ഹാരി കെയ്നല്ല, ഹാരി കെയ്നിൻ്റെ ഭാഗ്യം കൊണ്ട് 2 ഗോൾ വീണെന്ന് പറയാനേ പറ്റുള്ളൂ. DR കോങ്കോൻ്റെ ഗോൾ കീപ്പർ ഈ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഇതുവരെ കണ്ടേക്കണതിൽ ദി ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന് പറയാം. അവസാനം 2 ഗോൾ വീണത് ഒഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നെന്നാണ്. അപ്പം അതാണ് ഇംഗ്ലണ്ട് DR കോങ്കോനെ കുറിച്ച് പറയാനുള്ളത്. ഇംഗ്ലണ്ട് ജയിച്ച് മുന്നോട്ട് പോകട്ടെ, നോ പ്രോബ്ലം. ഈ ഒരു കളിയും വെച്ചിട്ട് ഇംഗ്ലണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന് പ്രീ ക്വാർട്ടർ ഫൈനലിൽ എതിരാളികളായിട്ട് വരുന്ന മെക്സിക്കോ ആണ്. ഇങ്ങനെ കളിക്കണേനെ മെക്സിക്കോ വളരെ ഈസി ആയിട്ട് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുമെന്ന് ഈ കളി കണ്ടവർക്ക് മനസ്സിലാവും. ഇത് മാത്രമല്ല, അവർ കൊളംബിയ ആയിട്ടുള്ള കളി നമ്മൾ കണ്ടതാണ്. വളരെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് മാത്രമാണ് ഡ്രോ കിട്ടിയത്, അല്ലെങ്കിൽ 4-5 ഗോളിന് തോക്കേണ്ടതായിരുന്നു. അല്ലാതെയുള്ള കളികളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യത്തെ 1-2 കളിയിൽ തിളങ്ങിയെന്നല്ലാതെ ഇംഗ്ലണ്ട് കൊളംബിയ ആയിട്ടുള്ള കളിയായാലും ഇന്നലെ നടന്ന DR കോങ്കോൻ്റെ കളിയായാലും ആ കളിയും കൊണ്ട് മെക്സിക്കോൻ്റെ അടുത്ത് കളിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടർ ഫൈനലിൽ ഔട്ടാവുമെന്ന് ഉറപ്പാണ്. ഇനി രണ്ടാമത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ USA ബോസ്നിയ. USA കൂളായിട്ട് ജയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ബോസ്നിയ നന്നായി കളിച്ചു. 52% ബോൾ കൺട്രോൾ അല്ലെങ്കിൽ പൊസഷൻ ഈ പറയണ ബോസ്നിയയുടെ അണ്ടറിലായിരുന്നു. 48% ഉള്ളൂ USAൻ്റെ. പാസസ് ആയാലും അവർ ബോസ്നിയക്ക് തന്നെയായിരുന്നു കൂടുതൽ. പാസിങ് ആക്യുറസി മാത്രം ഒരു 2% കുറവുണ്ട്. അമേരിക്കക്ക് ഒരു റെഡ് കാർഡും കിട്ടിയിട്ടുണ്ട്. അമേരിക്കക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കഡാർ ഒരു വിറപ്പിൽ മറ്റേ റൗണ്ട് റോബിനിൽ അമേരിക്കനെ തുർക്കി തോൽപ്പിച്ചതല്ലാതെ ശക്തമായ ഒരു ടീമിനെ അവർക്ക് കിട്ടിയിട്ടില്ല. അവർ 3 കളിയിൽ ഗ്രൗണ്ട് റോബിനിൽ ഓസ്ട്രേലിയനെയും പരാഗ്വേനെയും തോൽപ്പിച്ചതാണ്. പക്ഷേ ടർക്കി എല്ലാ കളിയും തോറ്റിട്ട് ജയിച്ച ഒരൊറ്റ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ USAനെയാണ് തോൽപ്പിച്ചേക്കണം. അപ്പോൾ USA റൗണ്ട് ഓഫ് 32 മീൻസ് പ്രീ ക്വാർട്ടറിലോട്ട് കടന്നു കഴിഞ്ഞാൽ എങ്ങനെ പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഏതായാലും അവർക്ക് ഓൾ ദ ബെസ്റ്റ്. അവർക്ക് USAക്ക് കിട്ടിയിരിക്കുന്ന അവരിനി അടുത്ത് കളിക്കാൻ പോകുന്നത് ബെൽജിയമായിട്ടാണ്. ആ കളിയിൽ ആര് ജയിക്കുമെന്നുള്ള കാര്യം പറയാനൊന്നും പറ്റില്ല. ബെൽജിയത്തിന് എനിക്ക് എന്തോ ഇന്നലെ കള്ളക്കളി കളിച്ച് ജയിച്ചതാണ്. ആ റെഫറി ഇല്ലായിരുന്നു വെച്ചെങ്കിൽ ബെൽജിയം ഇന്നലെ വരില്ലായിരുന്നു. ബെൽജിയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈമിൽ എന്താ പറയണ, എക്സ്ട്രാ ടൈം 120 മിനിറ്റ് +5 എക്സ്ട്രാ ടൈമിൻ്റെ എന്താണ് ഇഞ്ചുറി ടൈം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് എക്സ്ട്രാ കിട്ടില്ല. അതിലാണ് കൊണ്ടുപോയിട്ട് ഒരു ഗോൾ അടിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പെനാൽറ്റി ആണെന്ന് സാധാരണ ഒരു പെനാൽറ്റി കൊടുക്കാവുന്ന ഒരു ഫൗളേ ആയിരുന്നില്ല. അത് കളി പല പ്രാവശ്യം കണ്ട് കമൻറ്റേറ്റേഴ്സ് പോലും അത്ഭുതപ്പെട്ടു പോയി അതിനൊരു പെനാൽറ്റി കൊടുത്ത് കണ്ടിട്ട്. ഇങ്ങനെയൊക്കെ ഒരു രാജ്യത്തിന് ജയിപ്പിച്ചിട്ട് റഫറിമാരെ അവരുടെ സ്വന്തം റഫറിമാരെ ഞാൻ പറയണില്ല, അതുപോലെയുള്ള റഫറിമാരെ വെക്കുന്ന ഫിഫയുടെ നാണക്കേടാണ്. സെനഗൽ അത് എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നത് മുഴുവനും ആഫ്രിക്കൻ രാജ്യങ്ങൾക്കെതിരായിട്ടാണ്. സെനഗൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ എന്താ പറയണ ദരിദ്രമായൊരു രാജ്യമാണെങ്കിലും അവരുടെ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10-20 വർഷമായിട്ട് നമുക്കറിയാം സെനഗൽ എത്ര നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ പ്രാവശ്യം പ്രശ്നമാണ്. ആഫ്രിക്കൻ നേഷൻ കപ്പിലും അവർക്ക് ഇതുപോലെ തന്നെ വന്നിട്ട് അവസാന നിമിഷം അവർ ജയിച്ച കളിക്ക് മൊറോക്കോക്ക് 1ാം സ്ഥാനം കൊടുത്തു. എന്തിനാണ് ഫിഫക്ക് സെനഗലിനോട് ഇത്ര വെറുപ്പെന്ന് എനിക്ക് മനസ്സിലാവുന്നത്.
ഇല്ലാത്ത ഗോളിന് 120 മിനിറ്റ് കളിയും കഴിഞ്ഞിട്ട് 5-ാമത്തെ മിനിറ്റ്, അതായത് ഈ ഇഞ്ചുറി ടൈമിൻ്റെ അവസാന നിമിഷത്ത് കൊണ്ടുപോയിട്ട് ഒരു പെനാൾട്ടി കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതിനേക്കാളും നല്ലത് ബെൽജിയം ശരിക്കും പറഞ്ഞാൽ സെനഗലിൻ്റെ ഈ കളിനെക്കുറിച്ച് ഞാൻ പറയാം, അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. സെനഗൽ 24-ാമത്തെ മിനിറ്റിൽ ഹബീബ് ഡിയാറ 24-ാമത്തെ മിനിറ്റിൽ ഗോളടിച്ച് 1-0 മുന്നിലാണ്. അത് കഴിഞ്ഞ് 51-ാമത്തെ മിനിറ്റിൽ രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ 51-ാമത്തെ മിനിറ്റിൽ ഇസ്മാല സാറ് രണ്ടാമത്തെ ഗോളടിച്ച് 2-0 അവർ വിജയിച്ചിരിക്കണമായിരുന്നു. 2-0 വിജയിച്ച് ആ വിജയം അവർ 86 മിനിറ്റ് വരെ വിജയിച്ചിരിക്കണമായിരുന്നു. 86 മിനിറ്റ്, അതായത് കളി തീരാൻ ബാക്കി 4 മിനിറ്റേ ഉള്ളൂ. ആ 4 മിനിറ്റിൽ 86-ാം മിനിറ്റിൽ ലുക്കാക്കു ഒരു ഗോളടിക്കുമ്പോൾ 2-1. അത് കഴിഞ്ഞ് 89-ാമത്തെ മിനിറ്റ്, അത് കളി തീരാൻ 1 മിനിറ്റ് ഉള്ളത് വരെയും അവർ തോറ്റിരിക്കണേ. യൗറി വന്നിട്ട് 89-ാമത്തെ മിനിറ്റിൽ ഒരു ഗോളും കൂടി അടിച്ചിട്ട് അത് ഈക്വലായി. അപ്പോൾ ഓൾമോസ്റ്റ് കളി കഴിഞ്ഞു. അത് കഴിഞ്ഞ് 30 മിനിറ്റ് എക്സ്ട്രാ കളിച്ചിട്ട് അതിലും 2-2 ഈക്വലാണ്. അത് കഴിഞ്ഞ് ഇഞ്ചുറി ടൈം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അവസാന നിമിഷം ഒരു പെനാൾട്ടി കൊടുത്തിട്ട് അവരെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നു. അല്ലെന്ന് ഫിഫ തെളിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഈ കളി നിയന്ത്രിച്ച റെഫറി തെളിയിക്കട്ടെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഇതെല്ലാം ഒരു 10-20 ആംഗിളിൽ അത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യണേ. കമൻട്രി പറയണവർ പോലും പറയുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരൊന്നും അല്ലല്ലോ കമൻട്രി പറയണം. അതുപോലെ തന്നെ അതിൻ്റെ ക്ലിപ്പിങ്ങൊക്കെ എല്ലാ ആംഗിളും 360 ഡിഗ്രി ആംഗിളിൽ നിന്നും അത് ഒരു വലിയ പെനാൾട്ടി കൊടുക്കാൻ സ്ഥിതിയിലുള്ള ഒരു ഫൗളാണെന്ന് ആരും സമ്മതിക്കത്തില്ല. ലോകത്തുള്ള ഒരു റെഫറിയും സമ്മതിക്കില്ല, ഫുട്ബോൾ അറിയാവുന്നവരും സമ്മതിക്കത്തില്ല. അത് പെനാൾട്ടി ഷൂട്ട് ഔട്ട് നടത്തി അവർക്ക് മര്യാദയ്ക്ക് ജയിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. സെനഗലിൻ്റെ ഗോള് DR കോങ്കോൻ്റെ ഗോളി പോലെ അത്ര ശക്തനൊന്നുമില്ല. അതുപോലെ തന്നെ ബെൽജിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഫ റാങ്കിങ്ങിൽ 1-ാമതൊക്കെ ഇരുന്ന വളരെ നല്ല ശക്തമായ കളിക്കാരൊക്കെ ഉള്ളതാണ്. പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ അവർക്ക് ഗോളടിച്ച് സുഖമായിട്ട് ജയിക്കായിരുന്നു. നാണം കെട്ടി ഇതുപോലെ കളി തന്നെ മൊത്തം ഉടായിപ്പാണെന്ന് മനസ്സിലാവും. 86 ആകെ ഒരു കളി എന്ന് പറഞ്ഞാൽ 90 മിനിറ്റേ ഉള്ളൂ. അതിൽ 86 മിനിറ്റ് വരെ 2-0 തോറ്റ് നിന്ന ആൾക്കാർ 86-ാം മിനിറ്റിൽ ഒരു ഗോള്, 89-ാമത്തെ ഒരു ഗോള്, 2-0. ഓക്കെ, നോ പ്രോബ്ലം, സഹായിച്ചോട്ടെ, എന്തും ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലും പോയി 2-2 തന്നെ നിന്ന്. എന്നിട്ട് അതിൻ്റെ ഇഞ്ചുറി ടൈമിൽ ഒരു സാധ്യതയില്ലാത്തൊരു പെനാൾട്ടി കൊടുത്തിട്ട് സെനഗൽ പോലെ ഒരു കൺട്രീനെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേൾഡ് ഫുട്ബോളിൻ്റെ കറുത്ത ദിനമായിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഫിഫ ഇമാതിരി റെഫറിമാരെ എടുത്ത് പള്ളേക്കളയണം, മാപ്പ് പറയണം സെനഗലിനോട്. ബെൽജിയം അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഈ കളിയിൽ നിന്ന് പിന്മാറണം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇത്രേ ഉള്ളൂ ഇന്നലെ നടന്ന കളിനെക്കുറിച്ച്. എനിക്ക് ഭയങ്കര വിഷമം വരുന്ന കളി കണ്ടതിന് ശേഷം. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. വലിയ വലിയ പണ്ഡിതന്മാരെന്ത് പറയാനും എനിക്കൊരു വിഷയമല്ല. ഒരു ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന, ബെൽജിയത്തിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന, ബെൽജിയത്തിനൊക്കെ വേൾഡ് കപ്പ് കിട്ടാത്തത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു കാലത്തിൽ അവർ ഏറ്റവും നല്ല കളിക്കാരുണ്ടായിട്ട് വേൾഡ് കപ്പ് നേടാൻ പറ്റാത്ത ആൾക്കാരാണ്. ബെൽജിയം ഉണ്ട്, പിന്നെ നെതർലാൻഡ്, പോളണ്ട് എന്ന് പറയുന്ന നെതർലാൻഡ്. ഈ 2 കൺട്രിക്കും വേൾഡ് കപ്പ് കിട്ടാത്തതിൽ ഏറ്റവും കൂടുതൽ സങ്കടമുള്ളതാണ്. പക്ഷേ ഇവരിങ്ങനെയൊക്കെ കയ്യിലിരിപ്പായിട്ട് വരിക, അതിന് റെഫറി കൂട്ടുപിടിക്കുക, ഫിഫ സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഇപ്പോൾ സെനഗൽ പറഞ്ഞേക്കണത് അവർ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. റിവ്യൂ കൊടുത്തിട്ട് ഫിഫ അത് കൺസിഡർ ചെയ്തില്ലെങ്കിൽ അവിടുന്ന് പോവില്ല. അവരുടെ അടുത്ത പ്രീ ക്വാർട്ടർ ഫൈനൽ നടക്കണ ദിവസം അവർ സ്റ്റേഡിയത്തിൻ്റെ പുറത്തുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. അതായത് മൊത്തം കളിയുടെ ആ ഒരു എന്താ പറയണ, നമ്മളൊരു ഉത്സവം പോലെയാണ് ഇത് ആഘോഷിക്കുന്നത്. അതിൻ്റെ ചന്തം മുഴുവൻ കളഞ്ഞു എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നലത്തെ കളി, അതിൽ ഈ ഒരു കളി മാത്രം ഒട്ടും സഹിക്കാൻ പറ്റാനുള്ള, ഞാനത് പറഞ്ഞു. ഇന്ന് നടക്കാൻ പോണ കളി, ആദ്യത്തെ കളി സ്പെയിനും ഓസ്ട്രിയയും തമ്മിലാണ്.
സ്പെയിനിൻ്റെ ആ ഫുൾ സ്ട്രെങ്തിലോട്ട് വന്നിട്ടില്ല. ആസ്ട്രേലിയയൊക്കെ കഷ്ടപ്പെട്ട് വന്നേക്കുന്ന ടീമാണ്. രണ്ടാം സ്ഥാനമാണെങ്കിലും ആ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനം കിട്ടിയ രണ്ട് ടീമിനും 4 പോയിൻ്റ് ഉണ്ട്. ഒരു കളി മാത്രം ജയിച്ചിട്ട് കയറി വന്നേക്കണേണ് ആസ്ട്രിയ. ആസ്ട്രീന ഈ വേൾഡ് കപ്പിലുള്ള കളിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു വലിയ കാട്ട ടീമായിരിക്കും, യൂറോപ്പിൽ വലിയ സംഭവമായിരിക്കും, എന്തും ആയിക്കോട്ടെ. അർജൻറ്റീനയുടെ ഗ്രൂപ്പിലാണ് ആസ്ട്രിയ കളിച്ചത്. അതിൽ ജോർദാനെ മാത്രം തോൽപ്പിച്ചു. അൾജീരിയ ആയിട്ട് എന്താ പറയുക, അർജൻറ്റീന തോൽപ്പിച്ചു, അൾജീരിയ ആയിട്ട് സമനില പിടിച്ചു. അങ്ങനെയാണ് ഇവർ ഇതിൻ്റെ അകത്ത് കയറി വന്നേക്കണേ. വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ യൂറോപ്പിൽ എന്ത് കാണിച്ചാലും കഴിഞ്ഞ കളിയിൽ ഇങ്ങനെയാണ് അവരുടെ സ്ഥിതി. സ്പെയിനാണെങ്കിൽ കളിയൊന്നും തോറ്റിട്ടില്ല, 2 ടീമിനെ തോൽപ്പിച്ചു. പക്ഷേ കാബോ വെർദെ ആദ്യത്തെ കളിയിൽ അവരെ ഞെട്ടിച്ച്. പക്ഷേ ഇതുവരെ സ്പെയിനിൻ്റെ ആ ഒരു ഒറിജിനൽ കളി, ഇപ്പോൾ ടിക്കാട്ടാക്കിയൊന്നും കളിക്കണില്ലെങ്കിലും അവരുടെ ഒരു കളി കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു ഫോമിലോട്ട് വന്നിട്ടില്ല. അത് ഇന്നത്തെ കളിയോടുകൂടി സ്പെയിന് അങ്ങോട്ട് പുറത്തെടുത്ത് ആസ്ട്രിയനെ തോൽപ്പിച്ച് മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അകത്ത് അത്ര ഈസിയൊന്നും ആയിരിക്കില്ല. ആസ്ട്രിയ മോശം കൺട്രിയാണെന്നൊന്നും പറയില്ല. അവർക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്. സ്പെയിൻ അത്ര ഈസി ആയിരിക്കില്ല. പക്ഷേ സ്പെയിനോടുള്ള, സ്പെയിൻ്റെ കളിയോടുള്ള, സ്പെയിൻ എന്നുള്ള രാജ്യത്തിനോടോ അവിടുത്തെ കളിക്കാരോടൊന്നും അല്ല ഇഷ്ടം. അവരുടെ കളിയുടെ ശൈലി എനിക്കിഷ്ടമാണ്. ബ്രസീലിനെ പോലെ തന്നെ അവർ നന്നായിട്ട് പാസൊക്കെ ചെയ്ത് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ജയിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവർക്ക് എഡ്ജുണ്ട്. ആസ്ട്രിയനെ തോൽപ്പിക്കാൻ പറ്റുമായിരിക്കും. രണ്ടാമത്തെ കളി പോർച്ചുഗൽ ക്രൊയേഷ്യ. ക്രൊയേഷ്യ അവസാന നിമിഷം കഷ്ടപ്പെട്ടിട്ടാണ് നോക്കൗട്ടിലോട്ട് വന്നത്. ഇവർ നോക്കൗട്ടിൽ വന്ന കാരണം ഇറാൻ പുറത്തായി, പിന്നെ സ്കോട്ട്ലാൻഡ് പുറത്തായി. അങ്ങനെ കുറേ ടീമുകൾ ഇവർ അവസാനത്തെ കളിയിൽ കംപ്ലീറ്റ് കുളമാക്കി വന്നതാണ്. പക്ഷേ ക്രൊയേഷ്യ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പറയുന്ന സെമി ഫൈനൽ കളിക്കുന്നതാണ്. ലൂക്ക മോഡ്രിച്ചിനെ എനിക്കിഷ്ടമാണ്. പിന്നെ കൺട്രിയുടെ ഒരു സിറ്റുവേഷനും അവരുടെ നടന്ന യുദ്ധങ്ങളും അങ്ങനെ പറയാൻ നമുക്ക് ചെറിയൊരു സോഫ്റ്റ് കോർണർ ക്രൊയേഷ്യയുടെ അടുത്തുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ അവസാനത്തെ ഒരു കളി വെച്ച് ബാക്കി 2 കളിയും വളരെ ദയനീയമായ പ്രകടനമായിരുന്നു. എന്തും ആയിക്കോട്ടെ, പോർച്ചുഗലിനായിട്ടാണ് കളിക്കേണ്ടത്. പോർച്ചുഗൽ ഈ പറയുന്ന പോലെ ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പ്രവചിച്ചിട്ടുള്ളൊരു ടീമാണ്. സ്പെയിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ പോർച്ചുഗൽ സ്പെയിനിനെ പോലെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ആദ്യത്തെ ഒരു കളി എന്താ പറയണേ, അവസാനത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളംബിയയുടെ അടുത്തുനിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നത് കൊളംബിയക്കാർ എന്താ പറയണ, ക്രിസ്ത്യാനോ റൊണാൾഡോനെ നാണം കെടുത്താണ്ടിരിക്കാൻ വേണ്ടി ഗോൾ അടിക്കാണ്ടിരുന്നതാണെന്ന് ഒരു സംശയമുണ്ട്. സാധാരണ രീതിയിലുള്ള ആ കളി മൊത്തം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും 4-5 ഗോളിന് പോർച്ചുഗൽ തോക്കേണ്ടതാണ്. പക്ഷേ ഗോൾ ചെയ്യുന്നത് സമനിലയായി എന്നുള്ളതാണ് സിനിമ. അത്രയും മോശം കളിയായിരുന്നു. പോർച്ചുഗൽ ഏറ്റവും മോശമായിട്ട് കളിക്കുന്ന ഒരു കളി കണ്ടത് ഞാൻ ഈ പോർച്ചുഗലും കൊളംബിയയും തമ്മിലുള്ള കളിയാണ്. ആദ്യത്തെ കളിയും വളരെ മോശമായിരുന്നു. ക്രിസ്ത്യാനോക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കളിയിലാണ് ക്രിസ്ത്യാനോ 2 ഗോളൊക്കെ അടിച്ചിട്ട് പോർച്ചുഗൽ ഒരു പോർച്ചുഗലാണെന്നൊക്കെ നമുക്ക് തോന്നിയത്. അതുകൊണ്ട് ക്രൊയേഷ്യ പോർച്ചുഗലിൽ അവരുടെ പണ്ടത്തെ കാലത്തെ എന്താ പറയണ, അവരുടെ പഴയ പ്രതാപമൊന്നും വെച്ച് ഞാൻ കണക്കൂട്ടുന്നില്ല. 2 പേർക്കും 50-50 ചാൻസ് ആയിരിക്കും വേണമെങ്കിലും ജയിക്കാം, അത്രേ ഉള്ളൂ. അവസാനത്തെ കളി സ്വിറ്റ്സർലാൻഡ് അൾജീരിയയാണ്. സ്വിറ്റ്സർലാൻഡ് നല്ല ടീമാണ്. ഗ്രൂപ്പ് ലെവലിൽ അവർ 1ാം സ്ഥാനക്കാരായിട്ടാണ് വന്നേക്കുന്നത്. അൾജീരിയ അവസാന നിമിഷം ജയിച്ച് കടന്നുകൂടിയ ടീമാണ്. പക്ഷേ പഴയ ഫൗളിൻ്റെ കാര്യം പറഞ്ഞു, ഇന്ന് നടന്ന ഒരു പെനാൾട്ടിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. സെനഗലിനെ പുറത്താക്കിയത്. അൾജീരിയക്കെതിരെ നമ്മുടെ ബഹുമാനപ്പെട്ട മെസ്സി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും കളിക്കുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ഫുട്ബോളർ ലയണൽ മെസ്സി അൾജീരിയയുടെ ഒരു കളിക്കാരൻ്റെ ചവിട്ടി പണ്ടാരടക്കിയിട്ട് ഫൗളും കൊടുത്തില്ല, യെല്ലോ കാർഡും കൊടുത്തില്ല. പക്ഷേ കളിയുടെ നിയമം അനുസരിച്ചിട്ട്, ഫുട്ബോളിൻ്റെ നിയമം അനുസരിച്ച് മെസ്സി റെഡ് കാർഡ് വാങ്ങി പുറത്തു പോകേണ്ട കളിയായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെനഗലിൻ്റെ ഒരു കളിക്കാരൻ അടുത്തുകൂടി പോയെന്നും പറഞ്ഞ് അത് 125-ാം മിനിറ്റിൽ ഇഞ്ചുറി ടൈമിൽ, എക്സ്ട്രാ ടൈം കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ പെനാൾട്ടിക്ക് വിടാതെ ഒരു പെനാൾട്ടി അങ്ങോട്ട് കൊടുത്തിട്ട്
ഒരു ടീമിനെ അങ്ങനെ തന്നെ പുറത്താക്കുക. അപ്പോൾ അൾജീരിയയുടെ പേര് വന്നുകൊണ്ടാണ് മെസ്സിനെയൊക്കെ പുറത്ത്. അതുപോലെയുള്ള ഭീകരമായിട്ടുള്ള ഫൗളുകൾ കണ്ണടച്ച് കളയുകയാണ്. വലിയ വലിയ കളിക്കാരോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ടീമൊക്കെ ആണെങ്കിൽ അവർ കണ്ണടക്കും. അത് പറഞ്ഞു അൾജീരിയയുടെ പേര് കണ്ടപ്പോൾ എനിക്ക് ഓർത്തതാണ്. അൾജീരിയ അത്ര മോശം ടീമൊന്നുമല്ല. സ്വിറ്റ്സർലാൻഡ് കുറച്ച് വേർക്കേണ്ടി വരും. സ്വിറ്റ്സർലാൻഡ് നല്ല ടീമാണ്. എന്നാലും ഇതുവരെയുള്ള കളിയുടെ അടിസ്ഥാനത്തിൽ സ്വിറ്റ്സർലാൻഡിന് ഞാനൊരു ചെറിയ എഡ്ജ് കൊടുക്കുന്നു. അൾജീരിയക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ റഫറി അവർക്ക് പണി കൊടുക്കാണ്ടിരുന്നാൽ മതി. ഇനിയുള്ള കളികളിൽ ഈ പറയണ യൂറോപ്യൻ യൂണിയനല്ലാത്ത കൺട്രികൾക്ക്, പിന്നെ അർജൻറ്റീന, മെസ്സിയുടെ അർജൻറ്റീന, എല്ലാ അർജൻറ്റീനക്കാർക്കും അങ്ങനെയൊന്നും കിട്ടില്ല. ബാക്കി ഏതെങ്കിലും കളിക്കാർക്ക് നോക്കൗട്ട് സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് പോകണേ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രി മാത്രമേ ഉള്ളൂ, ആഫ്രിക്കൻ കൺട്രിയും സൗത്ത് അമേരിക്കയും മാത്രമേ ഉള്ളൂ. ആഫ്രിക്കൻ കൺട്രിക്കൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ അതിപ്പോൾ നിലവിലുള്ള കൊളംബിയ ആയാലും ബ്രസീലായാലും പിന്നെയുള്ള ആഫ്രിക്കൻ കൺട്രീസ് ആയാലും മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം തീരുമാനിക്കണം. അതായത് റഫറിയും ഫിഫയും, അതായത് ഓപ്പണൻ്റ് ടീമിൻ്റെ 11 കളിക്കാരും പ്ലസ് റഫറി പ്ലസ് ഫിഫ, ഇത്ര പേർക്ക് എതിരെ മത്സരിച്ചിട്ട് വേണം ജയിക്കാൻ. അതുകൊണ്ടാണ് അൾജീരിയക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് എന്താ പറയണ എഡ്ജ് കൊടുക്കാത്തത്. എഡ്ജ് സ്വിറ്റ്സർലാൻഡിന് കൊടുക്കാൻ കാരണം സ്വിറ്റ്സർലാൻഡാണ് യൂറോപ്യൻ കൺട്രി, യൂറോപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നത്. അവർ നല്ല കളിക്കാരാണ്. യൂറോപ്യൻ വേൾഡിൽ യൂറോപ്പിലെ ആൾക്കാരാണ് ഏറ്റവും നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് ഈ ഫിഫ 16 പേരെ 16 യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ക്വാളിഫൈ ചെയ്യിപ്പിച്ചത്. അതിൽ 3 എണ്ണം തോറ്റ് പണ്ടാറാണെങ്കിൽ പുറത്ത് പോയി 13 പേരേ ഉള്ളൂ. ഏഷ്യ, ഓസ്ട്രേലിയനെ ന്യൂസിലാൻഡിനെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 9 ഏഷ്യൻ കൺട്രീസ് ക്വാളിഫൈ ആയി. അതിൽ നോക്കൗട്ടിൽ വന്നത് ജപ്പാൻ മാത്രം, അവരും പോയി. ഇപ്പോൾ ആരുമില്ല. പിന്നെ ഒരു ഓസ്ട്രേലിയ ഉണ്ട്, ഓസ്ട്രേലിയ തോക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏഷ്യയാണ് മോശം. പക്ഷേ ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് 10 ടീമാണ് ക്വാളിഫൈ ആയത്. ആ 10 ടീമിൽ ടുണീഷ്യ ഒഴിച്ച് ബാക്കിയെല്ലാം നോക്കൗട്ട് സ്റ്റേജിൽ വന്നു. ഇപ്പോൾ ഫിഫയും റഫറിമാരും ചെയ്യണത് ഈ 9 ടീമിനെ എങ്ങനെയാണ് പുറത്താക്കേണ്ടതെന്ന്. ഒരെണ്ണത്തിനെ പുറത്താക്കാൻ ശ്രമിച്ച് നടന്നില്ല, മൊറോക്കോ അകത്ത് കയറി. ഇനി ബാക്കിയുള്ള ഓരോന്നിനായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കണേ. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. കളിച്ച് തോൽപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് അതാണ്. സൗത്ത് ആഫ്രിക്ക നല്ല ഫൈറ്റ് കൊടുത്തിട്ട് തന്നെ തോറ്റത്. അതൊരു ആഫ്രിക്കൻ കൺട്രിയാണ്. പരാഗ്വേ പോയി, അതൊരു സൗത്ത് അമേരിക്കൻ കൺട്രിയാണ്. സെനഗലിനെ ഇന്നലെ തോൽപ്പിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ട്, കളിച്ചല്ല റഫറി കളിച്ച്. അതുപോലെ തന്നെ USA, ബോസ്നിയ അതുപോലെ തന്നെ ബോസ്നിയ ഒരു ആഫ്രിക്കൻ കൺട്രി അല്ല. ബോസ്നിയ പണ്ടത്തെ യൂഗോസ്ലാവിയയുടെ കഷ്ണം പീസാണ്. ജപ്പാൻ ബ്രസീലായിട്ട് നന്നായിട്ട് കളിച്ച് തന്നെ തോറ്റത്. ഐവറി കോസ്റ്റ് നോർവേ ആയിട്ട് ശക്തമായ ഒരു ഫൈറ്റ് കൊടുത്തിട്ട് തന്നെ തോറ്റത്. അതും ലക്കിൽ നോർവേ ജയിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. DR കോങ്കോ ഇംഗ്ലണ്ടിനെ ശരിക്കും വിറപ്പിച്ചിട്ടാണ് പോയത്. ഇനി സ്വിറ്റ്സർലാൻഡ്, അൾജീരിയ ഉണ്ട്, ഗാന എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല. കൊളംബിയ, ഗാന നല്ല ഫൗളായിട്ടുള്ള മത്സരമായിരിക്കും. 2 നല്ല ഫൗളിൻ്റെ വിദ്വാന്മാരാണ്. ഈജിപ്റ്റ് ആസ്ട്രേലിയനെ തോൽപ്പിക്കും. കാബോ വെർഡെ എന്താകുമെന്ന് എനിക്കറിയില്ല. അർജൻറ്റീനയെ കുറിച്ച് കളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജൻറ്റീന 11 കളിക്കാർ പ്ലസ് റഫറി പ്ലസ് ഫിഫ. കാബോ വെർഡെയുടെ കാര്യം കട്ടപ്പോകാം. ദൈവം അനുഗ്രഹിക്കണം. ബാക്കി ഇന്നത്തെ കളി കഴിഞ്ഞ് പറയാം. എൻ്റെ ശക്തമായ പ്രതിഷേധം, അതായത് സെനഗൽ തോറ്റതിനല്ല, ബെൽജിയം ജയിച്ചതിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ തോൽപ്പിച്ചതിലാണ് എനിക്ക് വിഷമം. അതൊന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നല്ല നമസ്കാരം.